പരമ്പരാഗതമായിട്ട് ഇന്ത്യയുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് സൗദി അറേബ്യയും ഖത്തറും ഒക്കെ. അവിടെ നിന്നാണ് നമ്മൾ ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്. ഇപ്പോഴിത് അമേരിക്കയുടെ ശക്തമായ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുകയും പകരം ഈ ക്രൂഡ് ഓയിലും LNG ഒക്കെ അമേരിക്കയിൽ നിന്ന് കൂടുതൽ വാങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് സാർ ഈ ഇന്ത്യയുടെ ഈ നയം, ഈ ഒരു നയവ്യതിയാനമാണോ അതോ ഈ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നതാണോ? ഇത് ഭാവിയിൽ എങ്ങനെയായിരിക്കും ബാധിക്കുക? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഊർജ സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ആഭ്യന്തര നയത്തിൻ്റെയും വിദേശ നയത്തിൻ്റെയും അടിസ്ഥാന ശിലകളിൽ ഒന്നാണ്. ഊർജ സുരക്ഷ ഉണ്ടാകണമെങ്കിൽ, എനർജി സെക്യൂരിറ്റി ഉണ്ടാകണമെങ്കിൽ ആവശ്യത്തിന് എണ്ണ, പ്രകൃതിവാതക വിഭവങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകണം. അതില്ല. നമ്മുടെ ആവശ്യത്തിനുള്ള, ഇന്ത്യയുടെ ആഭ്യന്തര ആവശ്യത്തിനുള്ള എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും 80% പരമ്പരാഗതമായി ഇറക്കുമതി ചെയ്യുകയാണ്. അപ്പോൾ പിന്നത്തെ ചോദ്യം, എവിടെ നിന്നാകണം ഇറക്കുമതി? ഡോണ്ട് പുട്ട് ഓൾ ദ എഗ്സ് ഇൻ എ സിംഗിൾ ബാസ്ക്കറ്റ് എന്നൊരു ഇംഗ്ലീഷ് സേയിങ് ഉണ്ട്, ഒരു ചൊല്ലുണ്ട്. എല്ലാ മുട്ടകളും ഒരൊറ്റ ഇടത്തേക്ക് ഇടുകയാണെങ്കിൽ ആ ബാസ്ക്കറ്റ് താഴെ വീണ പൊട്ടിയാൽ എല്ലാ മുട്ടയും ഒരുമിച്ച് പൊട്ടും എന്ന പോലെ ഒരു യുക്തിയാണ് മുൻകാലങ്ങളിൽ മധ്യ പൗരസ്ത്യ പ്രദേശത്തെ രാജ്യങ്ങളിൽ, ഓയിൽ റിച്ച് കൺട്രീസ് ഓഫ് ദ മിഡിൽ ഈസ്റ്റ്, സൗദി അറേബ്യ, ഇറാഖ് ഒക്കെയുള്ള ആ മേഖല, ഖത്തർ, ആ മേഖലയിൽ നിന്നും വ്യാപകമായി എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു. പിൽക്കാലങ്ങളിൽ നമ്മൾ നയം മാറ്റി. ഇപ്പോൾ ഇതാ 21ാം നൂറ്റാണ്ടിൻ്റെ 3ാമത്തെ ദശകത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ മുൻകാലങ്ങളിൽ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഇടങ്ങളിൽ നിന്നും വലിയ തോതിലാണ് ഊർജ ഉപാധികൾ സോഴ്സ് ചെയ്യുന്നത്. അതിൽ ഒരു ഇടം സാക്ഷാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തന്നെയാണ്. അപ്പോൾ നമ്മുടെ എണ്ണയുടെ ഒരു നല്ല പങ്കും ഈ അടുത്ത കാലത്ത് റഷ്യയിൽ നിന്ന് വന്നിരുന്നു. കാരണം ഒപെക് രാജ്യങ്ങൾ വലിയ വിലപേശൽ തുടങ്ങുന്നു. ഒന്ന്, റഷ്യയുടെ എണ്ണ ഉപരോധം കാരണം വേണ്ട രീതിയിൽ വിൽക്കാൻ സാധിക്കുന്നതുമില്ല. അങ്ങനെ വരുമ്പോൾ റഷ്യ ഇന്ത്യ എണ്ണ വ്യാപാരം അമേരിക്കയെ പിണക്കാതെ തന്നെ കൊണ്ടുപോകുന്നതിൽ ഇന്ത്യ മിടുക്ക് കാട്ടി. അതുകൊണ്ടാണ് റഷ്യ ബിക്കെയിം ദ സിംഗിൾ ലാർജസ്റ്റ് സപ്ലയർ ഓഫ് ക്രൂഡ് ഓയിൽ ടു ഇന്ത്യ. അപ്പോൾ ഇറാഖിൽ നിന്നും ഇറാനിൽ നിന്നും ഒക്കെ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ക്രൂഡ് ഓയിൽ നമ്മൾ റഷ്യയിൽ നിന്നും വാങ്ങി. അത് മാത്രമല്ല, റുപ്പി കൊടുത്താൽ അത് വാങ്ങാൻ സാധിക്കും. കാരണം റൂബിൾ ടേംസിലാണ്, ഡോളർ അധിഷ്ഠിത വ്യാപാരമല്ല, മറിച്ച് ഡയറക്റ്റായിട്ട് നമ്മുടെ കറൻസി കൊടുത്ത് വാങ്ങാനാവുന്ന അപൂർവ ഇടങ്ങളിൽ ഒന്ന് എന്ന രീതിയിലാണ് അതിന് പ്രാധാന്യം. പക്ഷെ അവിടെയും അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഒരു ഇരിപ്പ് വശത്തിൽ വരുന്ന മാറ്റം നമ്മൾ ദീർഘകാല അടിസ്ഥാനത്തിൽ അത് തീർച്ചയായും ഇന്ത്യക്ക് ഡൈവേഴ്സിഫൈഡ് പോളിസി ആവശ്യമാണ്. അതുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് നിർത്താതെ തന്നെ അമേരിക്കയിൽ നിന്നും വളരെ വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്നത്. ഈ കഴിഞ്ഞ മാസങ്ങളുടെ ഓയിൽ ഇറക്കുമതിയുടെ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കച്ചവടം ശ്രദ്ധിക്കായിരുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 2025 ഫെബ്രുവരി മാസം ഓൾ ടൈം ഹൈ ആണ് ഇന്ത്യ അമേരിക്ക ഊർജ വ്യാപാരം. $15 ബില്യൺ എത്തി നിൽക്കുന്നു ഊർജ വ്യാപാരം മാത്രം. അപ്പോൾ ഇത് നൽകുന്ന സൂചന എന്താണ്? 2-3 സൂചനകളാണ്. ഒന്ന്, എവിടെ നിന്നെല്ലാം എണ്ണ സ്വരൂപിക്കാമോ അവിടെ നിന്നെല്ലാം തന്നെ എണ്ണ സ്വരൂപിക്കുന്നു. അതിവിടെ വന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വമ്പൻ റിഫൈനറികളിൽ അത് ശുദ്ധീകരിച്ച് റിഫൈൻ ചെയ്ത് മൂല്യവർദ്ധിത പ്രോഡക്റ്റുകളാക്കി പെട്രോൾ, ഡീസൽ, കെറസിൻ, ഏവിയേഷൻ ഓയിൽ, ഗ്രീസ് എന്ന് വേണ്ട പല പ്ലാസ്റ്റിക് എന്ന് വേണ്ട പല ഉൽപ്പന്നങ്ങളായി മാറ്റി അത് കയറ്റുമതി ചെയ്യാനുള്ള ഇന്ത്യയുടെ നയം. അതുകൊണ്ട് നമ്മളൊരു ഇമ്പോർട്ടർ മാത്രമല്ല, ഫ്യൂവൽ എക്സ്പോർട്ടർ കൂടിയാണ്. അങ്ങനെ വളരെ വലിയ തോതിൽ വിദേശ നയം, കാരണം ഇവിടുത്തെ ചീപ്പ് ലേബർ, ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വൻപൻ റിഫൈനറികൾക്ക് പേരുകേട്ട രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ ബോംബെയിലും ഗുജറാത്തിൻ്റെ തീരപ്രദേശങ്ങളിലും ഒക്കെയുള്ള സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലുമുള്ള ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ONGC എന്ന് വേണ്ട SR ഓയിൽ ഉണ്ട്, റിലയൻസിൻ്റെ തന്നെ പെട്രോ കെമിക്കൽസ്, പെട്രോളിയം റിഫൈനറീസ് ഉണ്ട് എന്ന് വേണ്ട സകല ബിസിനസ് ഭീമന്മാരും എണ്ണ റിഫൈനറിയിലേക്ക് നീങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് മേഖല അശാന്തമായാൽ പേടിക്കേണ്ടതില്ല. അമേരിക്കയുണ്ട്, റഷ്യയുണ്ട്, റഷ്യയുണ്ട്,
അർജന്റീനയും പിന്നെ വെനിസ്വേലയും ബ്രസീലും പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പോലും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നു. ഫാർ അവേ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ്, അവിടെ നിന്ന് പോലും ഇന്ത്യ സോഴ്സ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആർക്കും ഇന്ത്യയെ എണ്ണ തരില്ല എന്ന് പറയാനാവില്ല. അങ്ങനെ ഒരു ഭീഷണി ഇനി വില പോവില്ല. സാർ, ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെപ്പോഴും ആഗ്രഹിക്കുകയും നമ്മൾ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒന്നാണ്, ഇന്ത്യയിൽ ഇന്ധന വില കുറയുന്നു. അതിനൊരു സാധ്യത കാരണം ഇത്രയും ലാഭത്തിന് നമുക്ക് എണ്ണ കിട്ടുമ്പോൾ, ക്രൂഡ് ഓയിൽ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ? ആഗോള വിപണിയിലെ എണ്ണ വില ഇപ്പോൾ മിതമായ തോതിൽ നിൽക്കുകയാണ്. കയറ്റിറക്കങ്ങൾക്ക് വിധേയമാണ്. ഇപ്പോൾ $70 പെർ ബാരൽ, 148 ലിറ്റേഴ്സ് അടങ്ങുന്ന ഒരു ബാരൽ, അതിന് ഉള്ള വില എന്ന് പറയുന്നത് $70 എന്നത് ഒരു പ്രാപ്യമായ ലെവലാണ്. 130 സമയങ്ങളുണ്ടെന്ന് ഓർക്കണം. അപ്പോൾ അവിടെ എണ്ണയുടെ നെറ്റ് ഇമ്പോർട്ടർ എന്ന നിലയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് പരമാവധി കരുതൽ ശേഖരം വർദ്ധിപ്പിക്കാനുള്ള അവസരമായി കാണാം. അപ്പോൾ അന്താരാഷ്ട്ര വിപണിയിലെ കയറ്റിറക്കങ്ങൾക്ക് അനുരൂപമായി വേണം ഇന്ത്യയിലെ വില നിർണ്ണയം. പക്ഷേ നമ്മൾ നോക്കൂ, UPA ഗവൺമെൻറ് സമയത്തുണ്ടായിരുന്ന ഒരു നയമല്ല NDA സർക്കാരിൻ്റെ സമയത്ത്. UPA സർക്കാരിൻ്റെ അവസാന സമയത്ത് തന്നെ ഒരു അഡ്മിനിസ്ട്രേഡ് പ്രൈസിംഗ് സമ്പ്രദായം, അതായത് നിയന്ത്രിതമായ വില നിയന്ത്രണം, അതായത് വലിയ തോതിൽ സബ്സിഡി കൊടുത്തുകൊണ്ട് ഒരു ഓയിൽ പൂൾ സൃഷ്ടിക്കുകയും വലിയ തോതിൽ സബ്സിഡി കൊടുത്തുകൊണ്ട് വിതരണം നടത്തുകയും ചെയ്യുന്ന ആ നിലപാടിൽ നിന്നും മാറി മാർക്കറ്റ് അധിഷ്ഠിതമായ ഒരു നിലയിലേക്ക് അത് കൊണ്ടുവരികയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ വർഷാവർഷങ്ങൾ നടക്കുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വില പിടിച്ചു നിർത്താനായി ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നതും പതിവാണ്. പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷമായിട്ടെങ്കിലും പരിധി വിട്ട് വില പോയിട്ടില്ല. പരിധി വിട്ട് എന്നേ പോയി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ കഴിഞ്ഞ 3-4 വർഷത്തെ ചെന്നെത്തി നിൽക്കുന്ന സ്ഥലത്തൊന്നും പിന്നൊരു പരിധി വിട്ട് ഒരു പ്ലറ്റോ, ഒരു 100 രൂപ, ഒരു ലിറ്ററിന് 100 രൂപ എന്നത് ഡീസൽ പെട്രോൾ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്. പക്ഷേ ആ ലെവലിൽ നിന്നും 150-ലേക്ക് 200-ലേക്കോ ഉള്ള കുതിച്ചുചാട്ടം മുൻകാലങ്ങളിൽ സംഭവിച്ച ശതമാനക്കണക്കിലെ വർധന അടുത്ത കാലത്ത് സംഭവിക്കാത്തതിൻ്റെ കാരണം ഒരു ഡൈവേഴ്സിഫൈഡ് പോളിസിയാണ്. ഒന്ന്, ഹൈഡ്രോ കാർബൺ മാത്രമല്ല ഇന്ധനം എന്ന തിരിച്ചറിവ്. അതുകൊണ്ടാണ് നമ്മൾ അമേരിക്കയുമായി 1-2-3 എഗ്രിമെന്റ് 2008 തന്നെ നമ്മൾ ഹൈഡാക്റ്റിന്റെ ഫലമായി 1-2-3 എഗ്രിമെന്റിലൂടെ നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് നമ്മൾ IAEA ഇൻസ്പെക്ഷന് തുറന്നു കൊടുക്കുകയും അതേസമയം വെപ്പൺ ഗ്രേഡ് യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സെന്റേഴ്സ് ഇൻസ്പെക്ഷൻ കൊടുക്കാതിരിക്കുകയും എനർജി ഉൽപ്പാദിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. പിന്നെ അത് അധികം മുന്നോട്ട് പോയില്ല. പക്ഷേ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ കാലത്ത് എനർജി സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള വിപുലമായ നീക്കുപോക്കുകളാണ്. അതുകൊണ്ടാണ് ചങ്ങലക്കെട്ട് അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കാരെ പ്ലെയിനിൽ കൊണ്ടുവന്നത് വൈകാരികമായ അനുഭവമാണ്. എന്തുകൊണ്ട് രൂക്ഷമായി പ്രതികരിച്ചില്ല എന്നതിൻ്റെയൊക്കെ ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ഘടകങ്ങൾ ഇതാണ്. ഭാവിയിൽ എനർജി സെക്യൂരിറ്റിക്ക് വേണ്ടിയും നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയും വളരെ വലിയ തോതിലുള്ള ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത് കൊണ്ടാണ് ഒരുപക്ഷെ. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ഒരു ഡിപ്ലോമാറ്റിക് അത് മാത്രമല്ല, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എണ്ണ വിപണി ഇപ്പോൾ വളരെ സമ്പുഷ്ടമാണ്. കാരണം യൂറോപ്പിലേക്ക് റഷ്യയുടെ എണ്ണ കയറ്റുമതി കുറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഉപരോധമാണ്. എന്നാൽ ഉക്രൈൻ റഷ്യ പ്രശ്നം പരിഹരിച്ചു കഴിയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ലാഭകരമായി ലഭിക്കുന്ന റഷ്യൻ എണ്ണ പ്രകൃതിവാതകം വൻതോതിൽ ഉപയോഗിച്ച് തുടങ്ങും. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഹൈഡ്രോ കാർബൺ വിറ്റെങ്കിലേ പറ്റൂ, എണ്ണ പ്രകൃതിവാതകം വിറ്റെങ്കിലേ പറ്റൂ. ഇതിന് പുറമെയാണ് അമേരിക്കക്ക് മാത്രമായിട്ടുള്ള ഷെയിൽ എന്ന മണ്ണിനടിയിൽ ട്രാപ്ഡ് ആയിട്ടുള്ള എനർജി റിസോഴ്സ്, ഷെയിൽ ഓയിൽ. അതുകൊണ്ട് ഇതെല്ലാം തന്നെ വിൽക്കണമെങ്കിൽ അത് വലിയ മാർക്കറ്റ് ഉണ്ടാകണം. ആ മാർക്കറ്റ് അമേരിക്കയുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് പ്രസിഡന്റ് ട്രംപിൻ്റെ ആദ്യത്തെ പ്രസംഗം ചുമതല ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ പ്രസ്താവനയിൽ തന്നെ അദ്ദേഹം പറയുന്നു, ഡ്രിൽ ബേബി ഡ്രിൽ. ലോകം മുഴുവൻ പൊല്യൂഷൻ വന്നാലും ഞങ്ങൾക്ക് വിഷയമല്ല, ഞങ്ങൾ എണ്ണ കുഴിച്ചെടുക്കും, വിൽക്കും. ആ ഒരു നയം. അതുകൊണ്ട് ഒരു സംയമനമില്ലാതെ പരമാവധി പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്ത് അത് വിറ്റ് പണമാക്കുന്ന, അമേരിക്കയെ ഗ്രേറ്റ് ആക്കുന്ന ഒരു തത്രപ്പാടിലാണ് ട്രംപ് ഇപ്പോൾ. അതെല്ലാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൗതുകത്തോടെ ഇന്ത്യ കാണുകയാണ്. ഡ്രിൽ ബേബി ഡ്രിൽ എന്ന് പറഞ്ഞാൽ ബേബി ഡ്രിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എണ്ണ വാങ്ങാൻ വിപണി വേണ്ടേ? ഇന്ത്യയല്ലേ ഏറ്റവും വലിയ വികസ്വര വിപണി, അല്ലെങ്കിൽ വളരെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഒരു മാർക്കറ്റാണ് ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ ഇന്ത്യ. ഏറ്റവും വലിയ മിഡിൽ ക്ലാസ് ഉള്ള രാജ്യം ചൈനയും ഇന്ത്യയും അല്ലേ?
ആ മിഡിൽ ക്ലാസ് അല്ലേ കാറുകൾ ഉപയോഗിക്കുന്നത്, ആ മിഡിൽ ക്ലാസ് അല്ലേ കൺസ്യൂമർ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്, അതെ. അവരുടെ ഉൽപ്പാദനം നടക്കുന്നത് ഫാക്ടറികൾ, കമ്പനികൾ. അതിന് ഊർജ്ജം വേണ്ടേ? ഇന്ത്യക്ക് ആണവോർജ്ജവും പാരമ്പര്യ ഇതര ഊർജ്ജ ഉപാധികളെക്കാൾ കൂടുതൽ ഇപ്പോഴും ആശ്രയിക്കുന്നത് എണ്ണയെ തന്നെയാണ്, അതെ. ഹൈഡ്രോ കാർബൺ തന്നെയാണ്. അതുകൊണ്ട് ഈ സമീപ ഭാവിയിൽ തീർച്ചയായും എണ്ണ ഉപയോഗം വർദ്ധിക്കും. അതിനനുസൃതമായ രീതിയിൽ ഉൽപ്പാദനം ഇവിടെ ഇല്ല, അതുകൊണ്ട് ഇറക്കുമതി ഉണ്ടാവണം. അതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളെ മാത്രം ഖത്തറിൻ്റെ അടപ്പൂരുന്ന പണിയാണ്. കാരണം ഖത്തർ ജീവിക്കുന്നത് പ്രകൃതിവാതകത്തിൻ്റെ അക്ഷയഖനിയാണ്. ഖത്തർ ചെറിയ രാജ്യമാണ്, അതിൻ്റെ വിഭവങ്ങളുടെ നല്ല പങ്കും എണ്ണയേക്കാൾ കൂടുതൽ പ്രകൃതിവാതകം. അതുപോലെ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കുകൾ, കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, തർക്ക്മേനിസ്ഥാൻ, ഇറാൻ്റെ വടക്കൻ ഭാഗങ്ങൾ, ഇവിടെ എല്ലാം വളരെ വലിയ രീതിയിലുള്ള ഹൈഡ്രോ കാർബൺ നിക്ഷേപമുണ്ട്. ഗ്യാസിൻ്റെ രൂപത്തിൽ, പ്രകൃതിവാതകത്തിൻ്റെ രൂപത്തിൽ. അതെല്ലാം ഇന്ത്യയിൽ എത്തിക്കാനുള്ള ഡൈവേഴ്സിഫൈഡ് പദ്ധതികളാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഖത്തറിനെയും സൗദിയെയും ഒക്കെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി ചിന്തിക്കാൻ ഇന്ത്യ പഠിച്ചിരിക്കുന്നു. പ്രായോഗിക ചിന്ത ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ഭാഗമായി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഊർജ്ജ സുരക്ഷ ഒരിക്കൽ കൂടി വലിയ സംസാര വിഷയമാകുന്നത്. അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇന്ത്യയിൽ പെട്രോൾ വില കുറയുമോ, ഡീസൽ വില കുറയുമോ എന്നുള്ളതാണ്. നമുക്ക് ഈ അങ്ങ് പറഞ്ഞതുപോലെ മിഡിൽ ക്ലാസ് ആണ്. ഈ 1-ാം തീയതി തൊട്ട് 31-ാം തീയതി വരെ ഓടിച്ചുകൊണ്ട് പോകേണ്ടതാണ് ഈ വണ്ടി. അപ്പോൾ അതിനാവശ്യമായ ഇന്ധനം കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമോ എന്നാണ് ശരാശരി ഇന്ത്യക്കാരൻ ചിന്തിക്കുന്നത്, പ്രത്യേകിച്ചും മലയാളി. അതുകൊണ്ട് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇന്ധനവില ഒന്ന് കുറഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്നായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.